മോട്ടറോളയുടെ പുതിയൊരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മോട്ടോ E6S. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഈ ഫോണിൻ്റെ വില വരുന്നത് 8000 രൂപയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ E6Sൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മോട്ടോ E6S വരുന്നത് 6.1 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. കമ്പനി ഈ ഒരു ഡിസ്പ്ലേ മാക്സ് വിഷൻ ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD+ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ എന്നത് ഒരു പ്രശ്നമല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏകദേശം 80% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോൺ 149 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം പഴയ ഫോണുകളിലൊക്കെ പോലെ റിമൂവബിൾ ബാക്ക് കവറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ mediatekൻ്റെ helio P22 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് helio P22 എന്നുള്ളത്. എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള helio P16 പോലുള്ള പ്രോസസ്സറൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ഫോണിൽ നമുക്ക് 4GB റാമും 64GB ഇന്റേണലും ലഭിക്കുന്നുണ്ട്. സാധാരണ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 3GB റാമും 32GB ഇന്റേണലുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 4GB റാമും 64GB ഇന്റേണലുമാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് എന്നുള്ളതാണ്. ആൻഡ്രോയിഡ് 9 സോഫ്റ്റ്വെയറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ അധികം ബ്ലോട്ട്വെയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്കൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 13 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 3000 mAh ബാറ്ററി മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റിമൂവബിൾ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് എന്ന കാര്യം. പിന്നെ 10 വാട്ടിൻ്റെ നോർമൽ ചാർജിങ് സ്പീഡുള്ള ഒരു ചാർജറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. സെപ്റ്റംബർ 23 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് നമ്മൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ നമുക്ക് 4GB റാം ലഭിക്കുന്നുണ്ട്, 64GB ഇന്റേണൽ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ മെയിൻ നെഗറ്റീവായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ നമുക്ക് 3000 mAh ബാറ്ററി മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് വേറെ ലഭിക്കുന്നുണ്ട്.